ആലപ്പുഴ വാഹനാപകട വാർത്തയിലേക്കാണ് പോകുന്നത്. മലപ്പുറം സ്വദേശി വാഹനാപകടത്തിൽ മരിച്ച മലപ്പുറം സ്വദേശി ദേവാനന്ദന്റെ സംസ്കാരം ഇന്ന് നടക്കും. ഭൗതികദേഹം കോട്ടയം മറ്റക്കരയിലെ തറവാട്ട് വീട്ടിൽ ഇന്നലെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2-ന് വീട്ടുവളപ്പിൽ നടക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നലെ രാവിലെ മുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മിഥുന് അനുഭവിക്കാമായിരുന്നു ഈ വൈകാരികമായ ഒരു നിമിഷങ്ങൾ. കോളേജിൽ കൊണ്ടുവരുമ്പോൾ സഹപാഠികൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഗവർണർ, മന്ത്രിമാർ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ദേവാനന്ദൻ്റെ ഭൗതികദേഹം കോട്ടയം മറ്റക്കരയിലെ തറവാട്ടു വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുന്നത്? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ആ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ അതിൻ്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഇപ്പോൾ മറ്റക്കരയിലുള്ള ദേവനന്ദിൻ്റെ തറവാട്ട് വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ 4 മണിയോടുകൂടിയാണ് ഈ ഒരു മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ദേവനന്ദിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ഇവിടെ ദേവനന്ദിൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയുമാണുള്ളത്. സത്യം പറഞ്ഞാൽ മറ്റക്കരയിലെ ജനങ്ങൾക്ക് ദേവനന്ദല്ല, അച്ചുവാണ്. അച്ചു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ അപകടത്തിൽ ദേവനന്ദ് മരണപ്പെട്ടു എന്ന് പറയുമ്പോഴും ഇതാരാണെന്ന് തിരിച്ചറിയാൻ മറ്റക്കരയിലെ ജനങ്ങൾക്ക് സാധിച്ചിരുന്നില്ല. കാരണം അച്ചു എന്ന ഓമനപ്പേരിലാണ് മറ്റക്കരയിൽ ദേവനന്ദ് അറിയപ്പെട്ടിരുന്നത്. ഏതാണ്ട് +1 +2 പഠനകാലത്ത് ഇവിടെയാണ് ദേവനന്ദ് താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ എൻട്രൻസ് പരിശീലനവും എല്ലാം നടക്കുന്ന സമയത്തും പാലായിലായിരുന്നു എൻട്രൻസ് പരിശീലനം എല്ലാം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദേവനന്ദ് താമസിച്ചിരുന്നത്, ചെലവഴിച്ചിരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ ബന്ധം ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാം ഈ ദേവനന്ദുമായി ഉണ്ട്. കഴിഞ്ഞ ഓണത്തിന് ദേവനന്ദ് വീട്ടിലെത്തിയിരുന്നു. അന്ന് മുത്തച്ഛനുമായി ഇവിടുത്തെ കുളത്തിലും ആറിലുമെല്ലാം കുളിക്കുകയും അത്തരത്തിൽ വളരെ രീതിയിൽ ഉല്ലാസത്തിലായിരുന്നു ദേവനന്ദ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ക്രിസ്മസ് വെക്കേഷന് വരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദേവനന്ദ് മടങ്ങിയിരുന്നത്. പക്ഷേ ക്രിസ്മസ് ആവാൻ കാത്തു നിന്നില്ല. അതിനു മുമ്പേ ഇങ്ങോട്ട് ദേവനന്ദ് എത്തി. പക്ഷേ ജീവനറ്റ ശരീരവുമായാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. ദേവനന്ദിൻ്റെ അച്ഛനും അമ്മയും മലപ്പുറത്താണ് താമസിക്കുന്നത്. അവർ അവിടുത്തെ സ്വദേശികളാണ്, അവിടെ ജോലി ചെയ്യുന്നു. അധ്യാപകനാണ് പിതാവ്. മാതാവ് GST ഉദ്യോഗസ്ഥ കൂടിയാണ്. അപ്പം അത്തരത്തിൽ ദേവനന്ദിൻ്റെ ഒരു ചേട്ടൻ കൂടിയുണ്ട്. ചേട്ടനും ഇത്തരത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയാണ്. രണ്ടുപേരും മികച്ച രീതിയിൽ പഠനത്തിൽ മുന്നിട്ട് നിൽക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും നാടിനും വീടിനുമെല്ലാം അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ വേർപാട് വളരെ വലിയ ആഘാതമാണ് നാട്ടുകാർക്കെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും മാതൃകയാക്കണം, ദേവനന്ദിനെ മാതൃകയാക്കണം, ദേവദത്തിൻ്റെ ചേട്ടൻ ദേവദത്തിനെ മാതൃകയാക്കണം എന്നെല്ലാം പറഞ്ഞിരുന്ന ഒരു മാതൃകാ കഥാപാത്രങ്ങൾ തന്നെയായിരുന്നു, മാതൃകാ വ്യക്തിത്വങ്ങൾ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും. അതിൽ ദേവനന്ദിനെ മറ്റക്കരയുടെ അച്ചുവിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അച്ചുവിൻ്റെ വേർപാടിൽ ഈ നാടൊട്ടാകെ വലിയ രീതിയിലുള്ള വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങ് വീട്ടുവളപ്പിൽ തന്നെ നടക്കുക. ആചാരപ്രകാരമുള്ള ചടങ്ങുകളിലൂടെ അത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഏതായാലും ഇപ്പോൾ വളരെ ദുഃഖാർഹമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയെല്ലാം തളം കെട്ടി നിൽക്കുന്നത്. ഇവിടുത്തെ ആളുകൾ അച്ചുവിൻ്റെ ഓർമ്മകൾ +1 +2 കാലഘട്ടങ്ങളിൽ ഇവിടെയാണ് പഠിച്ചത്. ആ ഓർമ്മകളിലെല്ലാം തന്നെ അച്ചുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വീണ്ടും സ്മരണയിലേക്ക് കൊണ്ടുവരികയാണ്. ഏതായാലും 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ദേവനന്ദിന് യാത്രാമൊഴിയുക തന്നെയാണ് നാട്. ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം മറ്റക്കരയിലെ തറവാട്ട് വീട്ടിലാണ് ഇപ്പോൾ ഭൗതികദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ക്രിസ്മസ് അവധിക്ക് ഈ വീട്ടിലേക്ക്, തറവാട്ട് വീട്ടിലേക്ക് വരും എന്ന് പറഞ്ഞാണ് ദേവനന്ദ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അച്ചു മടങ്ങിപ്പോയത്. പക്ഷേ ചലനമറ്റ ശരീരവുമായിട്ടാണ് വന്നിരിക്കുന്നത്. സങ്കടം അടക്കാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.